ഒരു വീട് പണിയുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഈ കാണുന്ന സ്ഥലത്തും ഒരു വീടോ മറ്റോ വരാനായിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെമ്പററി പെർമനൻറ്റ് കണക്ഷൻ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. നമ്മളതിൻ്റെ വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 8 കട്ടയുടെ ഉയരത്തിൽ നമ്മൾ താൽക്കാലിക പെർമനൻറ്റ് കണക്ഷൻ എടുക്കാനായിട്ട് സിമെൻറ്റ് കട്ട കെട്ടിയിട്ടുണ്ട്. അത് പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീതെ സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളതിന് എർത്ത് കാര്യങ്ങളൊക്കെയും ചെയ്യാനായിട്ട് നമ്മൾ എർത്തും കാര്യങ്ങളൊക്കെയും ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കുഴി എടുത്തിട്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഴി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് കുഴി എടുത്തിരിക്കുന്നത്. ആ കുഴിയിലേക്ക് നമ്മളിനി ഉപ്പ്, അതുപോലെ ഈ കരി, അതുപോലെ തന്നെ മണൽ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഒരു താൽക്കാലിക കണക്ഷൻ എടുക്കുന്നതിന് എന്തിനാണ് ഇത്തരത്തെ പണിക്കും ചെയ്യണം അല്ലേ? പക്ഷേ ഒരു എർത്ത് വൈദ്യുതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ബോർഡ് പണ്ട് നമുക്ക് മെയിൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബോർഡാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ കിട്ടുന്നത് MCB ഐസൊലേറ്റർ ബോർഡാണ്. ആ ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഈ ഐസൊലേറ്റർ വയ്ക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി ബോർഡ് വെച്ച മിക്ക സ്ഥലങ്ങളിലും മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ടിട്ട് വൈദ്യുതി ഉപയോഗിക്കും. വെൽഡർമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യാനായിട്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ടിട്ടാണ് എടുക്കുക. ഐസൊലേറ്റർ ബോക്സ് ആകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് തുറക്കണം, ഈ ബോക്സ് തുറന്ന് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കാനായിട്ട് നിൽക്കണം, തിരിച്ച് പിടിപ്പിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെടുത്തിരിക്കുന്നത് MCB ബോർഡാണ്. ആരെങ്കിലും മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ELCBയിലൂടെ അല്ലാതെ വൈദ്യുതി ഉപയോഗിച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കണക്ഷൻ ഏത് തന്നെയായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എർത്തിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. ഇവിടെ 2 എർത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു എർത്തുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് 5 അടി നീങ്ങിയിട്ട് ഒരു എർത്തുണ്ട്. 2 എർത്തുണ്ട്. അതിലേക്ക് വെക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശശിയേട്ടൻ. ശശിയേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. നോക്കി പറയും, കാണണ്ടേ? ശശിയേട്ടൻ ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.